കഴിഞ്ഞ ഏപ്രിൽ 20 രാഹുൽ ഗാന്ധി അമേരിക്കയിലെ ബോസ്റ്റൺ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ അവിടെ ചെന്നിട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം അവിടെ സംസാരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇത് ഇന്ത്യക്ക് പ്രതികൂലമായി വരാനല്ലേ സാധ്യത? എന്തുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഇത്തരത്തിൽ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഇത്തരത്തിൽ ഇന്ത്യനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പറയുന്നു? ഇതെന്തുകൊണ്ട് ഇന്ത്യയിലെ ഈ രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നില്ല? അഖില ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി മുൻപും യൂറോപ്പ്, അമേരിക്കൻ രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം നടത്തിയെന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ 20 ഈ 2025, അത് ഇപ്പോൾ ഉടനെ ഇപ്പം അദ്ദേഹം ബോസ്റ്റണിലൊരു സന്ദർശനം നടത്തുന്നുണ്ട്. എന്താ സന്ദർശനത്തിൻ്റെ ശരിയായ ഉദ്ദേശമെന്ന് അറിയാനുള്ള മാർഗമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സന്ദർശനമാണ്. അപ്പോൾ അദ്ദേഹം ബോസ്റ്റണിൽ നടത്തിയ അതായത് ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബോസ്റ്റണിൽ നടത്തിയ പ്രസംഗത്തിനകത്ത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കോംപ്രമൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മലയാളം വാക്ക് പറയുകയാണെങ്കിൽ, അതായത് അതിനകത്തെ എന്താ അതിന് പറയുക, അതിനെ സ്വാധീനിക്കപ്പെട്ട, കോംപ്രമൈസ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മലയാളം അതായിരിക്കും കറക്റ്റ്, സ്വാധീനിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വളരെ സുഖകരമല്ലാത്ത പറച്ചിലാണ്. എന്നിട്ട് അദ്ദേഹം വളരെ വിചിത്രമായ ചില കണക്കുകളാണ് അവിടെ വന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റ് വഴി ഓരോ മണിക്കൂറിലും കണക്കുകൾ പുറത്തുവിടും. അത് പലപ്പോഴും ഡിലേയ്ഡ് ആയിട്ടാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലുകൾ പറയുന്നതുമായിട്ട് വളരെ ഡിലേയ്ഡ് ആയിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റുകൾ പലപ്പോഴും പറയുക. അപ്പോൾ 5:30 പറഞ്ഞ കണക്കും 7:30 അവസാനം പറഞ്ഞ കണക്കും തമ്മിൽ വോട്ടിംഗ് ശതമാനം വളരെ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കണക്കാണ് അതിനൊരു ആരോപണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് വാക്ക് ഇതാണ്, കോംപ്രമൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ്. അതായത് ഏകദേശം 40 ലക്ഷത്തോളം പേര് ആ സമയത്ത്, കുറഞ്ഞ സമയത്ത് വോട്ട് ചെയ്തു എന്നാണ് കണക്ക്. എനിക്ക് അത്ര കറക്റ്റായിട്ടില്ല, പക്ഷേ എന്നാലും ഏകദേശം ഇതാണ് എൻ്റെ കണക്ക്. മാത്രമല്ല ഈ സിർദിയിലുള്ള, അദ്ദേഹം വേറൊരു കാരണം കൂടെ പറഞ്ഞു, സിർദിയിലുള്ള ഒരു കെട്ടിടത്തിൽ 7000-ലധികം പേർ ആ ഒരു സമയത്ത് രജിസ്റ്റർ, അതായത് ആ ദിവസമല്ല, ഇപ്രാവശ്യം പുതിയതായിട്ട് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതും വലിയ പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു കണക്കെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ഇപ്പോൾ ഇതുപോലെ അസംബ്ലി ഇലക്ഷൻ വന്നത്. അപ്പോൾ 70 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. പക്ഷെ ഇതിനകത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി അതിൻ്റെ കണക്കുകൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് 40,81,000 പേരെയാണ് പുതിയതായി ചേർത്തത്. 8 ലക്ഷം പേരെ പഴയ കണക്ക് പ്രകാരം അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നീക്കം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ 32,81,000 പേരെയാണ് പുതുതായിട്ട് ചേർത്തിരിക്കുന്നു എന്നാണ്. അത് മഹാരാഷ്ട്ര പോലെ ഒരു വലിയ സംസ്ഥാനത്ത് ഇതിനകത്ത് ഒരു അത്ഭുതവുമില്ല. അപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പണ്ട് തന്നെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പം ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഈ ആരോപണം ബോസ്റ്റണിൽ വന്നിരിക്കുന്നത്. ഇത് അതിനകത്തൊരു പ്രസക്തി നേരത്തെ അഖില ചോദിച്ചതുപോലെ ഇത് പറയേണ്ടത് ഇന്ത്യക്കകത്താണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും വിദേശത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ സ്ഥാപനങ്ങൾക്കെതിരെ വളരെ ഇങ്ങനെ മോശമായി പറയുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല എന്ന് അദ്ദേഹത്തിനോട് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമായി. ഇത് പറയേണ്ടതൊക്കെ ഇന്ത്യക്കകത്താണ്, അത് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വോട്ടർ പട്ടിക പുതുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഓരോ തിരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഈ സ്പെഷ്യൽ സമ്മറി റിവിഷൻ എന്നാണ് അത് പറയുക, സ്പെഷ്യൽ സമ്മറി റിവിഷൻ, അതിന് മുൻപായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് കുറേ ചട്ടക്കൂടുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ മഹാരാഷ്ട്രയിൽ ഇത്രയും പേര് അഡീഷണലായിട്ട് വന്നതെന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ചെറുപ്പക്കാർ പലരും വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. 18 വയസ്സ് മുതൽ 29 വയസ്സുള്ള വരെയുള്ള പലരും വോട്ടർ പട്ടികയിൽ ഇല്ലായിരുന്നു എന്നുള്ള അത് കണ്ടുപിടിച്ച് അവരെ അതിനകത്ത് ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ നമ്പർ വന്നത്. അതിനകത്ത് ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ VVPA
വി പാറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് എന്താണ്? വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് വി പാറ്റിൻ്റെ ഫുൾ ഫോം. എന്താണത്? 288 നിയോജക മണ്ഡലങ്ങളിലും ഈ വി പാറ്റും നമ്മുടെ EVM-ലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അതിന് ചുരുക്കം പറഞ്ഞാൽ അതിനകത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത്. ഇതിനകത്ത് അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പിനകത്ത് അതിക്രമങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പല പ്രാവശ്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞതാണ്. എന്നിട്ടാണ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇവിടെ മിണ്ടാതിരുന്നിട്ട് അവിടെ പോയി ഇത് പറയുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ സിർദിയിലെ കേസിൻ്റെ പെട്ടെന്ന് നമ്മൾ ഒരു കെട്ടിടത്തിൽ നിന്ന് തന്നെ 7000 പേര് എങ്ങനെ ചേർത്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ അതിനെപ്പറ്റിയും വളരെ കൃത്യമായ വിശദീകരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അവിടുത്തെ തന്നെ താമസക്കാരാണ് അവരുടെ കൃത്യമായ താമസ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് അവരാരും അതിനകത്ത് മുമ്പ് ചേർത്തിരുന്നില്ല, അവരെ ചേർത്തു. സാധാരണ പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും ആളുകൾ ആരെങ്കിലും പോയി ചേർക്കാതൊന്നും പിള്ളേരാരും പോയിട്ട് ഇത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാറില്ല. അപ്പോൾ ഇതിനകത്ത് പലവട്ടം ഇതിനകത്തുള്ള വ്യവസ്ഥാപിതമായ മാർഗം എന്താണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പരാതി നൽകാം. അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് അതിനകത്ത് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യ മുന്നണി മൊത്തത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷനോട് ഈ പേര് പുതുക്കുന്നതിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പരാതി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അവർക്ക് ചില സമയത്ത് മാത്രമാണ് ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന് അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പ്ലാനുണ്ട്. ഓക്കെ, അതും നടന്നോട്ടെ. എന്തിനാണ് ഈ അമേരിക്കയിലും യൂറോപ്പിലും ഇപ്പം അമേരിക്കയിലും യൂറോപ്പിലുമുള്ള പൊതുവെ ആളുകൾക്ക് ഈ ഇലക്ഷൻ പ്രക്രിയയിൽ ഇടപെട്ടു എന്ന് കേൾക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇമേജിനെ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണെന്നുള്ള വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയും ജനങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയെ ഏറ്റവും വിശ്വാസം. അതുകൊണ്ടാണ് പലപ്പോഴും ചൈനയെ അവർക്ക് വിശ്വാസമില്ലാത്തത്. അപ്പം നമ്മുടെ സംരംഭങ്ങൾ വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, ഇന്ത്യയിലോട്ടുള്ള ടൂറിസം, ഇതിനെയും വളരെ പ്രധാനമായി ബാധിക്കുന്ന ഒരു ഘടകം ഇന്ത്യയിൽ ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അടിവേരിൽ ഈ അല്ലെങ്കിൽ കോടാലി വയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തു പോയി ചേരുന്നത്. അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവാണ്. അപ്പം ഇത്തരം ആരോപണങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്ത് പറയുമ്പോൾ കുറച്ചും കൂടെ ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി ഇതിപ്പോൾ ആദ്യമായിട്ടാണോ അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചാൽ അല്ല. ഇതിന് മുൻപ് 2 സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹം ഇതേപോലെ പുറത്തു പോയിട്ട്, അതായത് 2023 കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളെല്ലാം തകർന്നുപോയി എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുണ്ടായി. അതായത് ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യം പോരാ, നഷ്ടമാകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു പ്രസ്താവന കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി അദ്ദേഹം നടത്തി. അത് അന്ന് പ്രശ്നമുണ്ടായതാണ്. അതുപോലെ തന്നെ 2024 ജോർജ് ടൗൺ സർവകലാശാലയിൽ പോയിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. എന്നിട്ട് പിന്നീട് ഖാലിസ്ഥാനി തീവ്രവാദി ഗ്രൂപ്പുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ ആരോപണത്തെയാണ് എടുത്ത് പൊലിപ്പിച്ച് കാണിച്ച് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രസക്തി. ഇത് ചിലർക്കുള്ള അടിക്കാനുള്ള വടിയിട്ട് കൊടുക്കുന്നതാണോ എന്ന് വലിയ സംശയം. അത് അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ഈ 2025 ഏപ്രിൽ 20 നടന്ന ബോസ്റ്റൺ പ്രസംഗം കൂടി ചേർത്ത് വായിക്കേണ്ടത്. അപ്പം അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോംപ്രമൈസ്ഡ് ആണ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതിന് കറക്റ്റ് മലയാളത്തിൽ വാക്കില്ല, അതാണ് ഞാൻ കുറച്ചു നേരം തപ്പിയത്. അപ്പോൾ അതൊരു വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം, അതായത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനം. അപ്പോൾ അത് കുറച്ചും കൂടെ ചെയ്യാം. അപ്പം എന്താണ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യം ഇന്ത്യയിൽ തകർന്നു വന്ന ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കുന്നു. അത് ഒരു പ്രാവശ്യമല്ല, ആവർത്തിച്ചിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ അത്ര നല്ലതായി മാറണമെന്നില്ല. മാത്രമല്ല, അത് ഈവൻ നയതന്ത്ര
തലത്തിൽ പോലും അതിന് റിപ്പർക്കഷൻസ് ഉണ്ടാകാം, നമ്മുടെ നിക്ഷേപങ്ങൾ പ്രശ്നമാകാം. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യയെക്കുറിച്ചുള്ളൊരു വിശ്വാസത്തിന് ഇന്ത്യക്ക് അകത്ത് പോലും കോട്ടം തട്ടും. പക്ഷേ ഇത് ഗുണമാണോ ചെയ്യുക ദോഷമാണോ ചെയ്യുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഒരു കാര്യം, രാഹുൽ ഗാന്ധിക്ക് ഇത്രയും നാൾ ജയിക്കാൻ പറ്റാത്ത കണ്ടിന്യൂസ് ആയിട്ട് വേറെ ആളുകളാണ് ഭരിക്കുന്നത്. ഒരിക്കൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അവതരിച്ച് നടന്നിട്ട് ഒരുപാട് നാളായി. ഇതിന് അടുത്തൊന്നും പോലും എത്താൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, അടുത്ത സമീപ ഭാവിയിലൊന്നും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ കുറ്റം പറയുക എന്നുള്ളതൊരു നാച്ചുറൽ ഓപ്ഷനായിട്ട് കരുതാം. പക്ഷേ അത് മിനിമം ഇന്ത്യക്കകത്ത് നടത്താനുള്ള ഒരു സാമാന്യ ബോധം അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് ഒരു മൊത്തത്തിൽ രാജ്യത്തിന് ഗുണമല്ല ചെയ്യുക. രാജ്യത്തിൻ്റെ ഇമേജിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ആരും, ഇന്ത്യക്കാർ പുറത്തു പോയി സംസാരിക്കുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല. ഇത് അദ്ദേഹത്തെ ഒരുപക്ഷെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനാണ്. ഇതിപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ വിവാദം. ഇത് വിവാദം കത്തിപ്പടരുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതാണ് അഖില എനിക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.